ഈ പുതിയ കാലഘട്ടത്തിൽ പിശാച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുടുംബങ്ങളെയാണ്, അല്ലെങ്കിൽ വ്യക്തികളിൽ കൂടുതലായിട്ട് കുടുംബങ്ങളെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ബന്ധത്തിൽ നിന്നും അകന്നു പോവുക എന്നൊരു ടെൻഡൻസിയോടുകൂടിയാണ് ഇന്നത്തെ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം വേണ്ട, അല്ലെങ്കിൽ അതില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്ന യുവതയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹം അഥവാ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാം എന്താണ് കാണുന്നത്? അല്ലെങ്കിൽ അവിടെയും ചെറിയ സമയത്തിനുള്ളിൽ അവിടെയും അകന്നു പോകാനുള്ളൊരു ടെൻഡൻസിയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിവാഹ മോചനം എന്ന വിഷയത്തെക്കുറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. ഈ ചർച്ച ലീഡ് ചെയ്യുന്നത് പ്രിയ സേവിയർ പനച്ചി സഹോദരനാണ്. ആനുകാലിക അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് ഗൗരവമായി നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലിക പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അവലോകനം നടത്തി നമ്മൾ വിലയിരുത്തുന്നത്. ഉരുൾപൊട്ടലൊന്നുമല്ല, അല്ലെ പ്രളയമൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുരന്തങ്ങൾ. വിവാഹത്തിൻ്റെ തകർച്ചയാണ്, കുടുംബങ്ങളുടെ തകർച്ചയാണ് എന്നുള്ളത് നമ്മുടെ വലിയൊരു കൺസേണാണ്. നമ്മൾ മാത്രമല്ല, വിശ്വാസ സമൂഹം മാത്രമല്ല, ലോകത്തുള്ള മറ്റു മനുഷ്യരും ആ ഗൗരവപരമായിട്ട് അതിനെ സമീപിച്ചു തുടങ്ങി എന്നത് ആശാവഹമാണ്. പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മത്തായി 19:6 വിവാഹത്തിൻ്റെ പെർമനൻസിയുടെ ആജീവനാന്ത സ്ഥിരതയുടെ ആപ്തവാക്യമാണിത് എന്നാണ് ഞാൻ ഓർത്തത്. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കാമോ എന്ന് യഹൂദന്മാരുടെ ഹില്ലേൽ സ്കൂളുകാർ ചോദിച്ചപ്പോഴേ കർത്താവ് ഉത്തരം പറഞ്ഞു, ആദിയിൽ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ഇരുവരും ഒരു ദേഹമായി, അതുകൊണ്ട് വേർപിരിയരുത് എന്ന് കർത്താവ് പറഞ്ഞു. മാൻ വുമൺ ഒരു ദേഹം, നോ അതർ കോമ്പിനേഷൻ. ഇത് വളരെ ഗൗരവമായി ആനുകാലിക സമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദം ഹവ്വ ഇരുവരും മാത്രം, ഒരു പലവിചാരം അവർക്കിടയില്ല, വേറെ ആരും ഇല്ലല്ലോ കാണാനും മോഹിക്കാനും ഒന്നുമായിട്ട്, അല്ലേ? അവരുടെ ഇടയിൽ ആരുമില്ല, ബാക്കി എല്ലാവരുടെ മക്കളുമാണ്. അതാണ് പിന്നെ അങ്ങനെ അവരുടെ വിവാഹത്തിൽ അങ്ങനെ ഒരു അലോസരോ അവസരമോ ഒന്നും ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു. അതെന്തിനാ അങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ അതിനെ വെച്ചിട്ട് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ദൈവം സ്ഥാപിച്ച വിവാഹം, ഇടയിൽ ആരുമില്ലാത്ത ആ ഒരു കോമ്പിനേഷൻ. അതാണ് ക്രിസ്തു പറഞ്ഞത്, വിവാഹം വേർപിരിയലില്ലാത്ത, ബാക്കിയെല്ലാം മറ്റുള്ളവരാണോ, മക്കളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ഇത് മാത്രമാണ് കുടുംബം അല്ലെങ്കിൽ തുണ എന്നുള്ളത്. ഈ ഏകാഗ്രമായ ഏകീഭാവമാണ് വിവാഹത്തിൻ്റെ അന്തസത്ത. അതൊരു മരണപര്യന്തമുള്ള സ്ഥിര സംവിധാനമാണ്. ഏത് കാരണം കൊണ്ടും ഭാര്യയെ ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കുന്ന ഈ ആധുനിക ഹില്ലേൽ വ്യൂക്കാരോട്, അല്ലേ, മാനിഷാദ എന്ന കാര്യകാരണ സഹിതം പറയാനുള്ള പഠനവും പരിശ്രമവുമാണ് ഈ എളിയ ചർച്ചയും. അപ്പോൾ പാനലിസ്റ്റായിട്ടുള്ള ആളുകളെ ഞാൻ സ്റ്റേജിലേക്ക് വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രിയ MM ജോസഫ് സഹോദരൻ, ഡൊമിനിക് ജോസഫ് സഹോദരൻ, ജോളി K ജോസഫ് സഹോദരൻ. അങ്ങനെയാണോ ജോളിയുടെ ഫുൾ ഫോം? എനിക്കറിയില്ല, ഞാൻ പ്രാസം ഒപ്പിച്ചെന്ന് പറഞ്ഞാണ്, അപ്പനെ മാറ്റിയൊന്നുമില്ല അല്ലേ. പിന്നെ നമ്മുടെ ആൽവിൻ പോൾ പയ്യൻ, യങ് കപ്പിൾ എന്നെ പ്രതിനിധീകരിച്ച് പാനലിസ്റ്റ് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേന് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട്, സദസ്സിനോട് ചോദിച്ചോട്ടെ. ഈ വിവാഹമോചനം എന്നുള്ള വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വെറുതെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവെക്കുമോ? അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പലതും നമ്മൾ അങ്ങനെയാണ്, ഉപദേശിമാർക്ക് പ്രസംഗിക്കാൻ വേണ്ടി വിഷയം ഉണ്ടാക്കി പറയുകയാണ്. അത്ര വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല, ഇല്ലാത്തവരും കൂടെ ഈ പ്രശ്നം ചിന്തിച്ചു പോവും എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവെക്കിക്കേ. ആരുമില്ലേ? അല്ല, ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, സഭയിലും ക്യാമ്പിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവയ്ക്കുക. ഇനി കൈ ആരെയും പൊങ്ങാത്താണെന്ന് അറിയാൻ. അല്ല, ചർച്ച ചെയ്യേണ്ടതാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി അല്ല, ഇല്ലെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. സ്വാഗതം. MM ജോസഫ് സഹോദരൻ, ഡോമിനിക് സഹോദരൻ, ജോളി, ആൽവിൻ. എന്തുകൊണ്ടാണ് ഇവരെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും, അല്ലേ? എത്രയോ മഹാന്മാർ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഒത്തിരി കല്യാണ പണ്ഡിതന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്. കല്യാണ വീരന്മാരെന്ന് ഞാൻ പറയുന്നില്ല, അതിന് വേറെന്താ അർത്ഥം തോന്നില്ലേ? അപ്പം ഞങ്ങൾ ഇവരോട് ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചില ചർച്ചയൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ വഴിവിട്ടു പോയാലോ അല്ലെങ്കിൽ ശരിക്കുമുള്ള വഴിക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാം.
ഇവരെ എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നുള്ളതിനും അർത്ഥം പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ ക്യാമ്പിന് വന്നിരിക്കുന്ന അങ്ങ് വടക്ക് നാട് നിന്നും വയനാട് നിന്നും അല്ലെ കടത്തനാട് നിന്നും വള്ളുവനാട് നിന്നും ഒക്കെയുള്ള ആളുകളാണ്. ഈ ജില്ലകളെ അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധികളായിട്ടാണ് ഞാൻ ഇവരെ വിളിച്ചത്. പിന്നെ ഈ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ ഈ പാനലിസ്റ്റായിട്ട് വേണമല്ലോ എന്ന് വെച്ചാൽ ആ നിയമമൊക്കെ ഒന്ന് ലംഘിക്കാൻ, നിയമങ്ങൾ ലംഘിക്കാൻ കൂടിയുള്ളതാണെന്നാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇവരെ നമ്മൾ. അപ്പോൾ നമുക്ക് ചില ചെറിയ ചോദ്യങ്ങൾ, ഇതൊന്നും നമുക്ക് എല്ലാവർക്കും സത്യത്തിൽ അറിയാവുന്ന വിഷയങ്ങളാണ്. ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട. പക്ഷെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വിഷയം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ അത് തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടിയും ഗൗരവമായി അത് ചിന്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് ചെയ്യാവുന്ന നടപടിക്രമങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതിനും സമൂഹത്തെ സ്വാധീനിക്കുന്നതിനും ഒക്കെ വേണ്ടി ഒന്നുകൂടെ ഒരു അവയർനെസ് എന്ന നിലയിലാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, ആരോടെ ഇന്ന ചോദ്യം എന്നൊന്നും സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടില്ല. ഇത് അങ്ങനെ വേണ്ടാത്തൊരു ചർച്ചയാവട്ടെ. ശരിക്കും എന്നാൽ ഇവരോട് ചില ചോദ്യങ്ങളെക്കുറിച്ച് ഞാനൊരു ധാരണ ഉണ്ടാകാൻ പറഞ്ഞിട്ടുമുണ്ട്. അവരെന്തെങ്കിലും പറയുകയല്ല. വിവാഹമോചനം ഈ ആധുനിക കാലത്തിൻ്റെ മാത്രം ഒരു ദോഷമാണോ എന്നതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അപ്പം നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹമോചനങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് പറ്റുമോ? MM ജി പറയാൻ പറ്റുമോ? വിവാഹമോചനം എന്നുള്ള വിഷയം ഒരു ആധുനിക ലോകത്തുള്ള ഒരു പ്രതിഭാസമായിട്ട് മാത്രമല്ല ഉള്ളത്. ഞാൻ കർത്താവിൻ്റെ കാലത്തെക്കുറിച്ച് ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ച സന്ദർഭത്തിൽ കർത്താവിനോട് വിവാഹത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച ആ കോണ്ടസ്റ്റിൽ പഠിച്ചപ്പോൾ അക്കാലത്ത് വിവാഹമോചനം വളരെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതാണ് ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചത്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ കിട്ടിയത് ഈ വിവാഹമോചനം വളരെ കൂടുതലായതുകൊണ്ട് അന്ന് ഈ വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് പോലും ഭയപ്പെട്ടിരുന്നൊരു കാലമാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ എന്ത് കാരണം ചൊല്ലി, നമുക്കറിയാവുന്ന 2 ചിന്താഗതിക്കാരുണ്ടായിരുന്നു. അതിൽ എന്ത് കാരണം കൂടി, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്പം ഉപ്പ് കൂടിപ്പോയാൽ വിവാഹമോചനം നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒച്ചത്തിൽ സംസാരിച്ചാൽ, വീടിന് വെളിയിലേക്ക് ശബ്ദം കേട്ടാൽ വിവാഹമോചനം, പിന്നെ പരപുരുഷനോട് സംസാരിക്കും, അങ്ങനെ പല കാരണങ്ങളാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിവാഹമോചനം വളരെ വ്യാപകമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. വിയോജിപ്പുണ്ടോ? നിങ്ങൾ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? പിടിച്ച് നിൽക്കണില്ലേ? മലാക്കിയിലും പറയുന്നുണ്ടല്ലോ ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു എന്ന്. അത് നമ്മുടെ അടുത്ത ഒരു ചോദ്യവും കൂടിയാണ്. ബൈബിളിൽ ഈ വിവാഹമോചനത്തെക്കുറിച്ച് പരാമർശമുണ്ട്, ചരിത്രം ഉണ്ടെങ്കിൽ പറയാം. ആവർത്തനം 24 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ മോശ പറയുന്നുണ്ടല്ലോ. അവർ ചോദിക്കുന്ന ചോദ്യം മത്തായി 19 3 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുമ്പം അതൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ അവർ അങ്ങനെ നടപ്പിൽ ആക്കിക്കൊണ്ടിരുന്നത് വേണം ചിലപ്പോൾ ചിന്തിക്കാനായിട്ട്. അല്ല പിന്നെ അത്ര ജനറലൈസായിട്ട് ചോദിക്കുകയല്ലോ പ്രശ്നം. അതെ, അപ്പോൾ കർത്താവ് അതിന് മറുപടി കൊടുക്കുന്ന വായിക്കുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിലും പുതിയ നിയമകാലത്തും ഈ ഒരു പ്രാക്ടീസ് അവർ പിന്തുടർന്നു എന്ന് ചിന്തിക്കുന്നതാണ് ന്യായം. എന്നാലും ആദ്യത്തെ വിവാഹമോചനം എന്നായിരിക്കുന്നുവല്ലോ നിങ്ങൾ ചിന്തിച്ചപ്പോൾ കിട്ടിയോ? ഡോമിനിക്കേട്ടനും എല്ലാം കിട്ടിയോ? ആദവും വിവാഹമോചനം ചെയ്തിട്ടില്ല. പിന്നെ ആരായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ? ചരിത്രം, നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ചരിത്രം കൂടെയാണല്ലോ. ആദ്യത്തെ വിവാഹമോചനം എന്താണെന്നുള്ളത് അറിയില്ല. ആദ്യത്തെ വിവാഹം നടന്നത് എന്താണെന്ന് പറയാം. വിവാഹമോചനത്തെക്കുറിച്ച് അത്രത്തോളം അല്ല, ഇപ്പോൾ ഉള്ളവരങ്ങനെ റിസർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. ഹമ്മുറാബിയുടെ കാലം തൊട്ട് അല്ലേ? അപ്പം ചരിത്രം അങ്ങനെ അങ്ങ് നോക്കിയാൽ ഇതിപ്പം അപ്പം ഈ പറഞ്ഞു വരുന്ന എന്തിനാണ്? ഇതാണോ വലിയ വിഷയം? പുകിലൊന്നും അല്ലല്ലോ എന്നാണോ? അതൊന്നും പറയാനല്ല. നമ്മൾ ഈ അപകടം പാപത്തോടുകൂടെ ആദ്യം തൊട്ടേ ഉണ്ട് എന്നുള്ള ഗൗരവം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. MM ജോസഫ് സോറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരു കൗൺസിലിംഗ് വിദഗ്ധനാണ്. ഔദ്യോഗികമായി കൗൺസിലിംഗ് ഡിഗ്രിയൊക്കെ ഉള്ള കൗൺസിലിംഗ് പ്രൊഫഷൻ ചെയ്യുന്ന ഒരു സോറിനാണ്. ഡിവോഴ്സ് വല്ലതൊക്കെ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുണ്ടോ? പരിഹരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. കൊളാക്കിയിട്ടുണ്ടോ എന്ന് പറയണ്ട. എൻ്റെ അടുത്ത് ഒരു വിശ്വാസികളല്ല, അവിശ്വാസികളായ ഒരു കുടുംബ പ്രശ്നമായിട്ട് വന്നു.
ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സ്നേഹിതൻ്റെ സഹോദരൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ കുടുംബ പ്രശ്നം മൂത്ത് ഇടവപ്പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവരത് പറഞ്ഞു, നിങ്ങളത് ഡിവോഴ്സിന് പോകുന്നതാണ് നല്ലത് എന്നുള്ള ഇത് പറഞ്ഞു. അങ്ങനെ അവർ ഡിവോഴ്സിന് പോകുന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള സക്കറിയ സാറ് അവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. കാര്യമായ ഒരു പ്രശ്നവും, ചില വ്യക്തിത്വത്തിൻ്റെ ഈഗോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ പ്രശ്നം പരിഹരിച്ചു. അച്ഛനും വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? അച്ഛനുമായിട്ടല്ല പ്രശ്നം. അല്ല, അച്ഛനും വല്ല പ്രശ്നം ഇവരെ പിരിക്കണമെന്നല്ലോ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛൻ അവിടെ ചെന്നിട്ട് ഇവരെ തമ്മിൽ യോജിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലെത്തി നിങ്ങൾ ഡിവോഴ്സിന് പൊക്കോളാനാണ് സജസ്റ്റ് ചെയ്തത്. ആ സന്ദർഭത്തിലാണ് നമ്മുടെ സഹോദരൻ ഇടപെട്ട് അവർ വന്നത്. എന്തായാലും ദൈവകൃപയാൽ അവരിപ്പോൾ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂന്നേ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ. ആരേലും ഒന്നും അല്ല, നമ്മൾ ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ പറയുന്നില്ല, ആ സമയത്ത് ആരേലും ഒന്ന് ഇടപെട്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഡൊമിനിക് സഹോദരൻ്റെ കുടുംബജീവിതം ഞാനിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നോക്കണതാണ്. അപ്പനും അമ്മയും മക്കളും ഒക്കെ നല്ല സ്നേഹമുള്ള നല്ലൊരു കുടുംബമാണ്. ഒരു ഹാപ്പി ഫാമിലി, ഒരു ഹാപ്പി യൂണിറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അസൂയൊക്കെ തോന്നിയിട്ടുമുണ്ട്. നമുക്കൊന്നും അങ്ങനെ പറ്റുന്നില്ലോ. എന്തായിരിക്കും സാറേ ആ കുടുംബ സന്തോഷത്തിൻ്റെ ഒരു യൂണിറ്റായി നിൽക്കുന്നതിൻ്റെ ഒരു രഹസ്യം, മന്ത്രം? ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ അല്ല, നിങ്ങളുടെ വല്ല പൊടിക്കൈകളോ രീതികളോ? എല്ലാ കുടുംബങ്ങളിലും ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ പരസ്യമായിട്ട് വഴക്ക് കൂടുന്നവരല്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ സഹോദരപ്പിണക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ ഇടപെടേണ്ടി വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, എപ്പോഴും സന്തോഷം. ഷായി ചേച്ചിയൊക്കെയാണ് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ ചിരിക്കും. എനിക്ക് അന്ന് വിഷം തന്നിട്ട് പോലും ചിരിക്കുകയോ ഇത് എന്തൊരു ഇതാന്ന് ഞാൻ ഓർത്ത്. വിഷം എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കൊരു ഫുഡ് പോയിസൻ്റെ കഥയാണ്. വഴക്കൂടാനും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കാണും. വഴക്കൂടാനും അറിയണ്ടേ? ആ വഴക്കൂടാൻ പോലും അറിയില്ലാത്ത നന്നായി വഴക്കൂടാനായിട്ട് പഠിക്കും. ജോളി സഹോദര, ഈ പേര് പോലെ ജോളിയാണോ കല്യാണം? നിങ്ങളെപ്പോഴും ജോളിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെയോ ഇതൊരു സീരിയസ് ഇടപാടാണ്? അങ്ങനെ ജോളിയായിട്ടുമുണ്ട്, സീരിയസ് ആയിട്ടുമുണ്ട്. എന്നാലും പൊതുവെ കല്യാണം ഒരു രസമാണെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഈ വിവാഹ ജീവിതം, കുടുംബജീവിതം ഒരു രസമാണ്, ജോളിയാണ്, അല്ലാതെ ഒരു മരണമല്ല, ശല്യമല്ല എന്ന് പറയാൻ പറ്റുമോ? ജോളിയാണ് ശരിക്കും പറഞ്ഞല്ലേ? അപ്പൻ എന്താ പേരിട്ടെന്ന് ഞങ്ങൾക്കറിയില്ല, ഇതൊക്കെ പറയാനായിരിക്കും. ആൽവിനെ നീയല്ലേ താരതമ്യേന പുതിയ കുടുംബസ്ഥൻ. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ടെൻഷനാണോ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ടെൻഷനാണോ കൂടുതൽ ആസ്വാദ്യകരമായത്? പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഇതാ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. അത് വേറൊരു തലവേദനയാവും ചിലപ്പോൾ. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അല്ലെ ടെമ്പറമെൻറ്റിൻ്റെയും ഒക്കെ പല തലവേദനകൾക്കുമുള്ള ഒരു ഒറ്റമൂലിയായിരുന്നു എൻ്റെ ഭാര്യ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. അതായത് നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരാളായിട്ട് തീർന്നു. ഒരു മീവൽ പക്ഷിയായി വന്ന് അതാണ് കല്യാണം. തക്ക തുണ അല്ലേ? എല്ലാ പ്രശ്നങ്ങൾക്കും തക്ക പരിഹാരം. നമുക്ക് കാര്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഒരു ആഗോള പ്രതിഭാസമാണ്. അത് ചരിത്രാതീത കാലം മുതലുള്ളതാണ്. അത് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വിവാഹമോചനങ്ങളാണല്ലോ നമ്മുടെ വിഷയം. അതിൻ്റെ കാര്യത്തിൽ മതം, സംസ്കാരം, വിദ്യാഭ്യാസം, ജീവിത സൗകര്യങ്ങൾ ഇതൊക്കെ കൂടുക കുറയുക എന്നനുസരിച്ച് വിവാഹമോചനം കൂടുന്നു കുറയുന്നു എന്ന് പറയാനായിട്ട് പറ്റുമോ? നിങ്ങൾ അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ആർക്ക് വേണേലും പറയാം, ചെറിയ ചെറിയ സെൻറ്റൻസിൽ വേഗം പറയാം. വിവാഹമോചനം ഇന്ന മതത്തിൽ കൂടുതലാണ്, വിദ്യാഭ്യാസം കൂടിയവർക്ക് കൂടുതലാണ്, കുറഞ്ഞവർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതിയൊക്കെ കൂടുമ്പോൾ മോചനം കൂടുന്നു കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പറയാം. പൊതുവെ കണ്ടിട്ടുള്ളത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സമ്പത്തും
ഉള്ള ആളുകളുടെ ഇടയിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും മതത്തിൽ വിവാഹമോചനം കൂടുതൽ വല്ലതും നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എന്താ ടോമിസ് സോരൻ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. അതിൽ ക്രിസ്ത്യാനികളാണോ വില്ലന്മാർ? എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും വിവാഹമോചനം ഉണ്ട്. ഈ കാലത്ത് ഒരു പക്ഷേ വർധനവ് അതിൻ്റെ ഒരു വർദ്ധിച്ച അളവിലും ഉണ്ടാവും. ക്രിസ്തീയ സമൂഹത്തിൽ താരതമ്യേന കുറവായിരിക്കുമെന്നൊരു നിരീക്ഷണമാണ് എനിക്കുള്ളത്. ഇതര മതങ്ങളെ അപേക്ഷിച്ച് ക്രിസ്തു മതത്തിൽ താരതമ്യേന വിവാഹമോചനം കുറവാണെന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. വിയോജിപ്പുണ്ടോ? ഇതിന് അപവാദമായിട്ട് യൂറോപ്പും അമേരിക്കയും ഉണ്ട്. യൂറോപ്പ് മൊത്തം ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെടുത്താൽ കുറവായിരിക്കുന്ന പറയുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ താരതമ്യേന ഇന്ത്യൻ സംസ്കാരം പറയുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ പൊതുവെ കുറവാണ്. യൂറോപ്യൻ കൾച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് കാരണങ്ങളൊക്കെ നമുക്കറിയാം. വേറെ എന്തെങ്കിലും ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറഞ്ഞാൽ കൂടുതലോ കുറവോ? അതിനെക്കുറിച്ച് വായിച്ചിരിക്കുന്ന 1950 ശേഷം യൂറോപ്പിലും അമേരിക്കയിലും ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ഈ ഡിവോഴ്സ് നിരക്ക് വളരെ കൂടിയെന്നാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നു, വിദ്യാഭ്യാസം കൂടി, അതുകൊണ്ട് തൊഴിൽ അധികവും ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള യുവതികൾക്ക് വന്നു. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ പശ്ചാത്തലമുള്ളവർക്കിടയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിരക്ക് കൂടുതലാണെന്നങ്ങനെ വായിച്ചിട്ടുണ്ട്. ആൽവിനെ വേറെ എന്തേലും? ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ആരെങ്കിലും? ജീവിത സൗകര്യം കൂടുന്നതനുസരിച്ചാണോ വിവാഹമോചനം കൂടുന്നത്? വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചാണ്? അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു യൂറോപ്യൻ കൾച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ക്രിസ്ത്യൻ കൾച്ചർ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. യൂറോപ്യൻ കൾച്ചർ ക്രിസ്ത്യൻ കൾച്ചർ അല്ല എന്ന് ഇമ്പോസിഷൻ എഴുതി നമ്മൾ പഠിക്കണം. അത് യൂറോപ്യൻ കൾച്ചറാണ്. ഇന്ത്യൻ കൾച്ചർ വേറെ, യൂറോപ്യൻ കൾച്ചർ വേറെ, അറബിക് കൾച്ചർ വേറെ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ക്രിസ്ത്യൻ കൾച്ചറിൽ എന്തായാലും വിവാഹമോചനം ഇത്രയും ഡിസ്കറേജ് ചെയ്യുന്നത് വേറെ ഒരു സംവിധാനം ഉണ്ടാകുകയില്ല. എന്നാൽ അപ്പം വിദ്യാഭ്യാസമൊക്കെ കുറയ്ക്കാം, പണമൊക്കെ ഇല്ലാണ്ടിരിക്കാം, കുടുംബജീവൻ നന്നാക്കണമെങ്കിൽ എന്നാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അത് നമ്മളിനിയും ഇതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടെ. എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും നടത്തിയ സർവേയിൽ പഠിച്ചതിലൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ലക്ഷറി കൂടുന്നത്, അല്ലെങ്കിൽ ഈ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നത്, പിന്നെ നമുക്ക് സ്വപ്നങ്ങളൊക്കെ ഒത്തിരി ഡ്രീംസ്, ലോകത്തിലൊരുപാട് ചോയ്സുകൾ, സ്വപ്നങ്ങൾ, ഫാഷൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു വേൾഡ്, അർബനൈസേഷൻ, അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും വിവാഹമോചനത്തിൻ്റെ റേറ്റ് കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന മതം എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. എന്നാൽ സാംസ്കാരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്നുകയറ്റം, സംസ്കാരങ്ങളുടെ ആഗോളവൽക്കരണം ഒക്കെ പെട്ടെന്ന് ആവുമ്പോൾ ഇതെല്ലായിടത്തും രാജ്യത്തിൻ്റെ അതിരുകളില്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ, നിങ്ങളെല്ലാവരും ഓരോ ഉത്തരം പറയണം. നമ്മുടെ സഭകളിൽ വിവാഹമോചനം എന്ന പ്രശ്നം ഉള്ളത് കൊണ്ടാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതോ സംഭവിക്കാതിരിക്കാനാണോ? അല്ലെങ്കിൽ വിവാഹമോചനം എന്ന പ്രശ്നം നമ്മുടെ സഭകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം ധാരണയുണ്ട്? നിങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ? നമ്മുടെയൊക്കെ സഭകളിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിൽ ഈ പ്രശ്നം എത്രത്തോളം ഉണ്ട്? അതേ ഒരു സാങ്കല്പികം ഇനി വരരുത് എന്നുള്ള നിലയിലാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? പറയാം, ആർക്ക് വേണേലും വേമ്പേം പറയാം. നമ്മുടെ ഇടയിലും അത് ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും അങ്ങനെയൊരു പ്രശ്നം ആർക്കും ഉണ്ടാവാതിരിക്കാനായിട്ട് എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടിച്ചേർക്കാം, മെച്ചപ്പെടുത്താം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസി രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ നേരത്തെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഞാൻ ഈ ഹല്ലേലൂയ എന്നൊരു മാസികയുണ്ട്, പെന്തക്കോസ്തലിലാണ്. അപ്പോൾ അതിനകത്തൊരു പരസ്യം ഇങ്ങനെ കണ്ടു: രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ചതും തൻ്റേതല്ലാത്ത കാരണത്താൽ, പിന്നെ ഫിലിപ്പിയേക്കാം, വിവാഹാലോചന ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ പരസ്യം. അത് ഒന്നും രണ്ടും അല്ല, പലത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ
അത് പിന്നെ അപ്പൊ ഇത് അത് നമ്മളിപ്പോൾ അച്ഛൻ ചോദിച്ച പോലെ കപ്പിയാരും ചോദിച്ച പോലെ മറ്റേ പാർട്ടിയുടെ ആണെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. വേറെ എന്തേലും നമ്മുടെ ഇടയിലെ ഇതൊരു വലിയൊരു പ്രശ്നമാണോ, പ്രതിസന്ധിയാണോ, നമ്മളെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സുവിശേഷ വിഹിത സഭകളിലും വിവാഹമോചനമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചിലായിരിക്കും താരതമ്യേന കുറവ് എന്ന എൻ്റെ ഒരു നിരീക്ഷണമുള്ളത്. മറ്റ് ഇതര സുവിശേഷ വിഹിത സഭകളിൽ എണ്ണം കുറവായോണ്ടല്ലേ, കല്യാണം കുറവായോണ്ടാണോ? വിവാഹമോചനം വളരെ താരതമ്യേന കുറവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സഭകളിൽ. ശതമാനം നോക്കിയാലും അങ്ങനെ ആയിരിക്കും അല്ലേ? ആയിരിക്കണം. ഇതര സഭകളിൽ ഇതിനേക്കാൾ കൂടുതലുള്ളതായിട്ടാണ് എൻ്റെ ഒരു. എന്തായിരിക്കും, എന്തെങ്കിലും കാരണം വല്ലതും പറയാൻ പറ്റുമോ? നമ്മുടെ മിടുക്കാണോ, അതോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടാണോ? വിവാഹത്തെ ഗൗരവമായിട്ടൊക്കെ സമീപിക്കാത്തതല്ലേ എൻ്റെ വിഷയം. നമ്മൾ ഗൗരവമായിട്ട് വിവാഹത്തിന്റെ ടീച്ചിങ് അല്ലേ, താരതമ്യേന വിവാഹത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് സമീപിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇരുമ്പാട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞ കളിയല്ല കല്യാണം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതെ ജോളിസോര, നമ്മുടെ സഭകളിലെ ഈ പ്രശ്നം എന്നത് നിങ്ങളെ എത്രത്തോളം നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്? ലോകത്തിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മുടെ ഇടയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വളരെ സ്വാധീനം വരും. കാരണം ഒരു ജനറലൈസേഷനിലേക്ക് പലപ്പോഴും പോവുക. ഞാൻ ഒരു ഫാമിലിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു, നമ്മുടെ അല്ല, മറ്റേ റോമൻ കത്തോലിക്ക അല്ല, അദ്ദേഹത്തിൻ്റെ മകന് 33 വയസ്സായി, അവന് വിവാഹം കഴിക്കാൻ പേടിയാണ്. ടോമി സാറും പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ 3 സുഹൃത്തുക്കൾ, അവർ 3 പേര് വിവാഹം കഴിച്ച് 3 ഡിവോഴ്സായി. അത് കാരണം ഇവന് പേടിയായിട്ട് ഇവൻ വിവാഹം കഴിക്കാതിരിക്കുക. നിങ്ങളുടെ ഗാമോഫോബിയ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇച്ചിരൂടെ വിവാഹോഫോബിയ ഇച്ചിരൂടെ പ്രാസം. അല്ല, ഞാൻ വിവാഹോഫോബിയ എന്നങ്ങ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ? അതെ, ജോളി പറഞ്ഞത് ലോകത്തിലൊക്കെ സംഭവിക്കുന്ന ഇത് നമ്മളെ ലോകത്തിൻ്റെ ഏത് കാര്യവും സ്വാധീനിക്കുന്നു. ഇപ്പോൾ ടെക്നോളജി നമ്മളെ സ്വാധീനിക്കുന്നു, സൗകര്യങ്ങൾ എല്ലാം നമ്മളെ, വിദ്യാഭ്യാസം, കുടിയേറ്റം, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഈ വിവാഹത്തിൻ്റെ അപകടം നമ്മളിലേക്കും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട്, നാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സമൂഹമായിട്ട് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ എൽഡേഴ്സ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു തുടങ്ങി, നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്, അത് പ്രീ എൻഗേജ്മെൻറ്റ് കൗൺസിലിങ് ഒക്കെ നടത്തണം നമ്മൾ. അപ്പം ശരിക്കും കമ്പാറ്റബിൾ ആയിട്ടുള്ള ആളുകളാണോ, അവരുടെ സ്പിരിച്വലായിട്ടുള്ള കമ്പാറ്റബിലിറ്റി ഒക്കെ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് വേണം വിവാഹത്തിലേക്ക് പോകാൻ എന്ന് നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ജനറൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോകത്തിൽ ഡിവോഴ്സ് സംഭവിക്കുന്നതിൻ്റെ പൊതുവായ കാരണങ്ങൾ എന്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാലും നമ്മൾ ഒന്നുകൂടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ 1, 2, 3 എന്ന് പോയിന്റ്സ് ഒന്ന് പറയാമോ? ഡിവോഴ്സ് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഡിവോഴ്സ് സംഭവിക്കുന്നത്, ഇത്രയധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അധികമാകുന്നതും? നമ്മളെവിടെ നെറ്റിൽ അടിച്ചു നോക്കിയാലും കിട്ടുന്ന ഉത്തരങ്ങളൊക്കെയാണ്. എന്നാൽ പോലും നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അതൊന്നുകൂടി ഒന്ന് പറയാമോ? പറയാത്ത പ്രശ്നങ്ങൾ മാറി മാറി ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങളൊന്ന് പറയുമോ? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഡിവോഴ്സ്? ഞാൻ ഈ നെറ്റ് നോക്കിയിട്ടില്ല, ഞങ്ങളുടെ ചുറ്റോട്ടുള്ള നോക്കാതെ വരണം. അതെ, എന്നോട് പറഞ്ഞു നെറ്റ് നോക്കരുത് പറഞ്ഞു, നെറ്റ് നോക്കിയില്ല. അതും ഇതും കൂടെ ഒക്കോന്നറിയാലോ. നെറ്റ് നോക്കാതെ അടുത്തുള്ള ഞങ്ങളുടെ ഗ്രാമത്തിലും മറ്റും അടുത്തറിയാവുന്ന ആളുകളുടെ ഇത് വെച്ചപ്പോൾ പിന്നെ ഒരു മനുഷ്യനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ തൊഴിലുറപ്പ് വന്നത് എൻ്റെ കുടുംബം തകർത്തു എന്ന് പറഞ്ഞു. നേരത്തെ എന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇപ്പോൾ അവൾ പറയുക വേണേ എൻ്റെ കൂടെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, സാറേ ഈ പണിയാണ് എൻ്റെ കുടുംബം തകർത്തതെന്ന്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ കാണും. എങ്കിലും പൊതുവെ ഈ കുടുംബത്തിൻ്റെ മുൻഗണനകളൊക്കെ തെറ്റിപ്പോയത് പിന്നെ കുടുംബത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതെല്ലാം കുടുംബത്തിൻ്റെ അതിനുവേണ്ടി ബാക്കിയെല്ലാം ബലി കഴിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ ഘടകം തന്നെയാണ്. ചിലപ്പോൾ ആ ചേട്ടൻ കഞ്ഞി പിടിച്ചത് ഈ പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു നല്ല വശം തൊഴിലുറപ്പ്, അത് വേറെ കാര്യം. ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി, അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ചേട്ടനെ ആശ്രയിക്കണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കുകയോ കട്ടെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സ്വന്തം കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്വയം പര്യാപ്തത വിവാഹത്തിനും. പക്ഷെ നമുക്കതിനെ ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല.
അത് ചിലപ്പോൾ ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു ഇത്, എങ്കിലും അതൊരു ഘടകമാണ് എന്നത് എല്ലാവരും നിരീക്ഷിച്ചിട്ടുണ്ട്. അടുത്ത കാരണം പറഞ്ഞോ ജോലി സാറും ഏതേലും കാരണം പറഞ്ഞു. ആ കേൾക്കാം. വിവാഹമോചനത്തിൻ്റെ കാരണങ്ങളിൽ ചിലത് ഗാർഹിക പീഡനം പോലെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഗാർഹിക പീഡനം ഉണ്ട് അല്ല, യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ അത് വലിയൊരു വിഷയമാണ്, പീഡനം അല്ലേ. അതെന്തൊക്കെയായിരിക്കും? പിന്നെ മനുഷ്യന് പുതുമ തേടി പോകുന്ന ഒരു പ്രവണത പൊതുവെ മനുഷ്യർക്കുണ്ട്. അപ്പം അക്കരെ പച്ച എന്ന പോലെ വേറെ ആളുകളെ തേടി പോകാനുള്ള ഒരു പ്രവണത മനുഷ്യർ എല്ലാ കാലത്തും തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സ്ത്രീകളെക്കാൾ അധികം പുരുഷന്മാരായിരിക്കും അത് കാണിച്ചിട്ടുള്ളത്, അത്തരത്തിലുള്ള സമീപനമുള്ളത്. അതൊക്കെ വിവാഹമോചനത്തിൽ കലാശിക്കാറുണ്ട്. അതുപോലെയുള്ള പരസംഗം, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വാർത്ഥത, മനുഷ്യൻ്റെ സ്വാർത്ഥത. എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് മനസ്സിലാക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ, വിവാഹ ജീവിതത്തെ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ സ്വാർത്ഥ, അതെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, വിവാഹത്തിൻ്റെ അർത്ഥം, നമ്മുടെ ഡെഫിനിഷൻ തെറ്റിപ്പോകുന്നു, ഉദ്ദേശം തെറ്റിപ്പോകുന്നു. രാവിലെയും പറഞ്ഞു, സ്വാർത്ഥത, സുഖാന്വേഷണം അല്ലേ, ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരം നമുക്കുണ്ട്. ബന്ധങ്ങളിലും അത് വന്നു പോകുന്നു എന്നുള്ളത് അതൊക്കെ ഒരു വളരെ ഗൗരവമായിട്ടുള്ള നിരീക്ഷണമാണ്. വേറെ എന്തെങ്കിലും? യെസ്. വിവാഹമോചന നിയമങ്ങളുടെ ലഘൂകരണം അത് വലിയൊരു ഘടകമായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇപ്പോൾ കാത്തലിക് ചർച്ചിലൊക്കെ ആണെങ്കിൽ ഒരു വിവാഹമോചനം നടത്തണമെങ്കിൽ രൂപത കോടതിയിൽ നിന്നായിരുന്നു പോകേണ്ടത്. ഇപ്പോൾ അതൊക്കെ മാറി വളരെ ഈസി ആയിട്ട് കിട്ടും. തന്നെയല്ല, പുനർവിവാഹവും വളരെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കൗൺസിൽ ചെയ്തു. അവർ പിന്നെ മദ്യപാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് വിവാഹമോചനത്തിന് വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിവാഹമോചനം നടത്തരുത്, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് കാര്യമായിട്ട് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവർ വിവാഹമോചനം നടത്തി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിവാഹവും നടത്തി, പള്ളി വെച്ച് തന്നെ വിവാഹം നടത്തി. അപ്പോൾ അത് ഈ പിന്നെ വിവാഹമോചന നിയമങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളുടെ ലഘൂകരണവും പുനർവിവാഹവും. ഇനി നമ്മുടെ ഇടയിൽ തന്നെ ആയാലും, ഇപ്പോൾ എൻ്റെ അടുത്തൊരു കേസ് വന്ന് ഒരു പിന്നെ ചർച്ചിൽ ഒരു മെമ്പറാണ്, അവിടുത്തെ വേറെ ഒരു വ്യക്തിയാണ്. അവർ വിവാഹമോചനം നടത്തിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളെന്നാൽ പെന്തക്കോസിൽ പോയി കെട്ടട്ടെ എന്ന് വെച്ചു. കാരണം പെന്തക്കോസിൽ വിവാഹമോചനം നടത്തി കെട്ടുമല്ലോ. ഞാൻ പറഞ്ഞു തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹമോചനവും അതുപോലെ തന്നെ പുനർവിവാഹവും എന്നുള്ളതായ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ പ്രവണത വർദ്ധിച്ചു വരാനുള്ള സാധ്യത വളരെയേറെയാണ്. നമ്മുടെ സമൂഹം ലൂസാവുമ്പോൾ, നമ്മുടെ നിയമങ്ങൾ ലൂസാവുമ്പോൾ ഇനി അത് വളരെ അതിനുള്ള എളുപ്പമായിത്തീരുന്നു എന്നുള്ളത്, അത് പാശ്ചാത്യ ക്രിസ്തീയ ലോകം അതിന് തെറ്റായ ഒരുപാട് സംഭാവനകൾ, ഇനി വല്ല സദ്യയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തടയണമെന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ മോനെ? മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ചില രീതിയിലെങ്കിലും ഉണ്ടോ? അതല്ല, ഞാനൊരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് വായിച്ചത്, 45% ഡിവോഴ്സ് നടക്കുന്നത് ചെറിയ കാര്യങ്ങൾ മാതാപിതാക്കൾ ഇടപെട്ട് വലിയ കാര്യങ്ങളാവുന്നത് കൊണ്ടാണെന്ന് വായിച്ചു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് തോന്നല്. ഇൻലോസ് ഇടപെടൽ അതൊരു വലിയ കാരണം. ഇൻലോസ് മാത്രമല്ല, സ്വന്തം, അതായത് പേരൻസ് ഇൻലോസ്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻലോസ് ആണല്ലോ. അതൊരു വലിയൊരു വിഷയമായിട്ട് എല്ലാവരും നിരീക്ഷിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ടെക്നോളജി ഒരു വലിയ വിഷയമാണ്, ശ്രദ്ധിച്ചല്ലേ? ജോളി പറഞ്ഞോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ആദമിനും അവയ്ക്കും ഫോണോ ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്കിന്ന് ഒത്തിരി ആകർഷണങ്ങൾ, അതിനുള്ള പ്രലോഭനങ്ങൾ വേറൊരു തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതുമൂലം തെറ്റായ ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഫേസ് ടു ഫേസ് അല്ല, ഫേസ്ബുക്കാണ് ഇന്നത്തെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ 2-3 മക്കളെ ഇട്ടിട്ടൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങി പോകണത് വല്ലവൻ്റെ കൂടെ ചെന്ന് കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ വിഷയമാണ്. പക്ഷെ പോയില്ലേ, എന്ത് ചെയ്യാ? പിന്നെ മദ്യവും മയക്കുമരുന്നും അങ്ങനെ ഒരു കാരണമാണ്. അത് ഈ ഗാർഹിക പീഡനങ്ങൾ, നിവൃത്തികേടുണ്ട്. അതിനോടൊക്കെ എന്നാ നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് എപ്പോഴും ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. ഒരു ദുഷ്ടനായ, ക്രൂരനായ, അല്ലെ തെമ്മാടിയായ ഒരാളുടെ കൂടെയൊക്കെ നിന്ന് പുറത്തോ നീ സഹിച്ചോ എന്ന് ചിലവില്ലാത്തൊരു ഉപദേശമല്ലേ? എനിക്കൊരു പേടിയുള്ള ഒരു മേഖല അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ പറയുന്നു തനി പാപമാണ് എന്ന് വേണേൽ നമുക്ക്
പറയാവുന്നതാണ്. പിന്നെ ഈ നിയമങ്ങൾ ലൂസായതുപോലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി മാറുമ്പോൾ അനുസരിച്ച് വല്ലാത്ത തെറ്റായ സ്വാധീനം വളരെ ഗൗരവമാണ്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയാം, ഞങ്ങൾ വിട്ടുപോയ ഇതിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇൻഫിഡലിറ്റി, വിശ്വസ്തതക്കുറവ്, അതൊക്കെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാണ്. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം, കുറച്ചുകൂടെ ഒരു ലിബറേഷൻ്റെ കാലമാണ്. ഇതൊക്കെ ഈ സോഷ്യൽ നോംസ് മാറുന്നതിനോട് ബന്ധപ്പെടുത്തിയാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ അല്ലാതെ പ്രസക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒത്തിരി വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എല്ലാം ഇങ്ങനെ പറയാറുണ്ട് ആളുകൾ. വിവാഹത്തിൻ്റെ ലക്ഷ്യം അത് മാറിപ്പോയാൽ പലപ്പോഴും വിവാഹമോചനത്തിൽ കലാശിക്കാവില്ല. നമ്മളെ അടുത്ത പ്രീമാരിറ്റൽ ക്യാമ്പിലെ ഏറ്റവും മെയിനായിട്ടുള്ള ടോപ്പിക് വാട്ട് ഈസ് മാരേജ് എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തകളും ചർച്ചകളും ഒക്കെയാണ് ഞങ്ങളെ അതിലേക്ക് നയിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് വിവാഹമോചനത്തിന്. ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് പറയാം. നമ്മൾ അങ്ങനെ എന്താ പറയുക, ഒരു രസമല്ലല്ലോ, നമുക്ക് അങ്ങനെ ആസ്വദിക്കാമെന്ന്. എൻ്റെ ചോദ്യം പോയി. എന്തോ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞ മോനെ, കറക്റ്റായിട്ടുള്ള കൗൺസിലിങ്ങുകൾ ലഭിക്കാത്തത് ഒരു വിവാഹമോചനത്തിലുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തോ അതെ. അപ്പം നമുക്ക് അത് പരിഹാരങ്ങളിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ നമുക്ക് പറയാവുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ വിവാഹത്തെക്കുറിച്ചുള്ള നല്ല അഡ്വൈസ് കിട്ടുന്നില്ല. അവരെ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ തിയറി പഠിക്കുന്നതിൽ കുറവുണ്ട് എന്നുള്ള നമ്മളിപ്പോൾ ലോകത്തിൽ നടക്കുന്ന വിവാഹമോചനങ്ങളുടെ പൊതുവായ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വിശ്വാസികളല്ലാത്ത ആളുകൾ, ദൈവവചനത്തെ ഗൗരവമായിട്ടെടുക്കാത്ത മനുഷ്യർ ഡിവോഴ്സ് ചെയ്യുന്നതിൽ നമുക്കെന്തിനാണ് പ്രയാസം തോന്നുന്നത്? എന്തിനാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നതിന് അല്ലേ പറ്റാത്തപ്പോൾ അവർ പിരിഞ്ഞാൽ നമുക്കെന്താ വിഷമം? ഒരു ചോദ്യമാണ്. ഒരു നോൺ ബിലീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറ്റില്ലെങ്കിൽ പിരിയുന്നതിന് നമുക്കെന്താ വിഷമം? കുടുംബം സൃഷ്ടിച്ചത് ദൈവമാണെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പം അത് ഇപ്പം അവിശ്വാസികളുടെ വിവാഹങ്ങളും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതെന്ന് നമുക്ക് പറയത്തില്ലേ? അല്ലേ? മറ്റുള്ള നമ്മുടെ വിശ്വാസം, എനിക്ക് എന്തോ അവിശ്വാസി എന്നുള്ള വാക്കിനോട് എന്തോ ഒരു വിഷമമുണ്ട്. മറ്റുള്ളവരുടെ മറ്റും മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെയും വിവാഹം ദൈവത്തിൻ്റെ ഒരു പ്ലാനിലാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റുമോ? പറയണ്ടേ? അതെ അതെ, അത് തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ ദൈവവ്യവസ്ഥയെ ലംഘിക്കുന്നു എന്നതിലെ എനിക്കും വിഷമമുണ്ട്. അമേരിക്കക്കാർ ഡിവോഴ്സ് നടത്തിയാലും ആരും നടത്തിയാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതെ അതെ. വേറെന്തെങ്കിലും വിഷമത്തിന് കാരണം പറയാമോ? അപ്പൊ അതിന് ലംഘിക്കപ്പെടുമ്പോ ദൈവിക പദ്ധതിയെ തകിടം മറക്കുന്ന ഒരു പ്രക്രിയ കാണുമ്പം ദൈവമക്കൾക്ക് അതിനോടുള്ള ഒരു പ്രയാസം വരണ്ടേ? ആഫ്റ്റർ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളികളും മുതിർന്ന കുറ്റവാളികളും സമൂഹത്തിലെ ജീർണതയും ഇതിന്റെ കോൺസിക്വൻസ് നമ്മൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. സമൂഹം ആ രീതിയിൽ നശിക്കുകയല്ലേ? അതെ അതെ. അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റത്തെ എവിടെയൊക്കെ തകിടം മറിച്ചാലും അതിന്റെ പരിണതഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട്. വേറെ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ? ഒരു ദൈവിക സംവിധാനം ഡിസ്റ്റോർഡ് ആകുന്നതിൽ നമുക്കുണ്ടാകുന്ന വിശ്വാസികൾക്കല്ലേ അതിൻ്റെ വിഷമം ഉണ്ടാവേണ്ടത്? യെസ്. അടുത്ത് വിശ്വാസികളും അല്ലാത്ത ആളുകളും എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസികളെയും നമ്മളെയും ഒരാളോളം സ്വാധീനിക്കും. അതുകൊണ്ട് അവരുടെ ഇടയിൽ നടക്കുന്ന മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുന്ന സ്വാധീനം, അപ്പോൾ അത് അല്ലേ നമ്മളെ അത് സ്വാധീനിക്കാം എന്നുള്ളത് കൊണ്ട് അവിടുന്ന് തൊട്ട് സംസ്കാരത്തിലും അവരുടെ രീതിയിലും അതില്ലാതിരുന്നെങ്കിൽ നമുക്കും കുറച്ചുകൂടെ പ്രലോഭനങ്ങളും കുറഞ്ഞിരിക്കും. വേറെ ഒരു നല്ല കാരണം കൂടെ പറയാമോ? തലമുറകളെ ബാധിക്കും. തലമുറകൾ അല്ലേ രാവിലെ പറഞ്ഞത്. പിന്നെ എങ്ങനെ മക്കളുണ്ടാവും? പിന്നെ അത് കഴിഞ്ഞ തലമുറക്കാർ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളില്ല, സഭയില്ല. മക്കളുടെ മാത്രമല്ല വിവാഹമോചനം, ഇപ്പം മക്കളുണ്ടായതിനു ശേഷം ഉണ്ടാകും വിവാഹമോചനം അവരെ മക്കളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഈ സിംഗിൾ പേരൻ്റ് ഒത്തിരി സ്ട്രഗിളാണ്. അത് വെസ്റ്റേൺ കൺട്രീസ് അനുഭവിക്കുന്ന വലിയൊരു ഒരു ദുരന്തം അതാണെന്ന് നമുക്കറിയാം. ഉണ്ടായില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു വലിയ അപ്പോൾ ഈ വേദന നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ടാവും. വിശ്വാസികൾക്ക് നമ്മൾ ബിലീവേഴ്സായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രകാരം രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഡിവോഴ്സ് അനുവദനീയമായ ഏതെങ്കിലും കാരണമോ സാഹചര്യമോ പറയാമോ? വിശ്വാസിക്ക്
ഡിവോഴ്സ് പറ്റും ഇന്ന സന്ദർഭത്തിൽ ഇന്ന സാഹചര്യത്തിൽ എന്ന് പറയാൻ വല്ലതും ഉണ്ടോ? ലോകത്തിലെ ആളുകളുടെ വിവാഹമോചനം നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, മാന്യതയ്ക്ക്, ഇൻഡീസൻ്റായിട്ടൊക്കെ പോകാതെ പാപത്തിൻ്റെ പ്രവേശനം, ഇതെല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ശരി, നമ്മളുടെ ഇടയിൽ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംഭവങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഘട്ടത്തിൽ വിവാഹോചനം അല്ലാതെ എന്ന് പറയാൻ വല്ലതും ഉണ്ടോ? തെറ്റുണ്ടെങ്കിൽ ഇവിടെ തിരുത്തും, പറഞ്ഞോ എന്ന് പറയാം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോ ഡിവോഴ്സ്. What about your opinion? In your opinion? എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. ഒരു കാരണവശാലും ഡിവോഴ്സ് പറ്റില്ല. സെപ്പറേഷൻ പോസിബിളാണ്. സെപ്പറേഷൻ പോസിബിളാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാനസിക രോഗിയായിട്ട് വളരെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അവരുടെ കൂടെ ഒരു ഭാര്യ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്ന് പറയുന്നത് അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് മാറി താമസിക്കാം, പക്ഷേ നോ ഡിവോഴ്സ്. അപ്പം ഞാൻ നോട്ട് ചെയ്ത മാനസിക രോഗമാണ് എന്ത് ചെയ്യും? ഉപദ്രവിക്കുന്ന ഒരു മാനസിക രോഗി, അല്ലെങ്കിൽ ഒരു 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 ഡൾ ഡിപ്രസ്ഡ് മനുഷ്യൻ, അപ്പോൾ എന്താ അഭിപ്രായം? ചില മാനസിക രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാനായിട്ട്, സബ്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഡോക്ടേഴ്സ് തന്നെ പറയും മാറി താമസിക്കണമെന്ന്, നിർദ്ദേശം കൊടുത്താലും മാറി താമസിക്കണം, അല്ലാത്തത് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ദുരുപയോഗിക്കും. നമ്മളൊക്കെ മാനസിക രോഗികളാണ്, മരുന്ന് കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമ്മളിതൊക്കെ ആ പേരിലെടുക്കും. അതിക്രമമൊക്കെ ചെയ്യുന്നവരൊരു സർട്ടിഫിക്കറ്റ് മേടിക്കും. ഇപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, അവിശ്വാസി പിരിയുന്നെങ്കിൽ പിരിയട്ടെ എന്ന്. അതാ പറഞ്ഞത്. അതായത് പിരിഞ്ഞ് ജീവിക്കാം. ബൈബിൾ അനുസരിച്ചതാണ്. ഡിവോഴ്സ് അല്ല, നിരക്കണമെന്നുള്ളതാണ്. അപ്പം ബ്രദർ പറഞ്ഞല്ലോ, മയക്കുമരുന്നും മദ്യവും കഴിക്കുന്ന ഒരു ഭർത്താവിനോട് ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ സഭ ഉപദേശിക്കേണ്ടത് പിരിഞ്ഞു ജീവിക്കാനാണ്. അത് കൗൺസിൽ ചെയ്യുക, ശരിയാവുമ്പോൾ ഒരുമിച്ച് ജീവിക്കുക. വിവാഹം വിച്ഛേദിക്കാനായിട്ട് ലോകത്തിൽ ഒരു അതോറിറ്റി ഇല്ല. അപ്പൊ ആ പിരിയാന്ന് പറഞ്ഞാൽ അവിടെ അതല്ല അല്ലേ? അവിശ്വാസി പിരിയുവാണെങ്കിൽ പിരിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നിരക്കാനാ പറഞ്ഞത്. താഴ്മ നിരക്കുക എന്നുള്ളതാണ്. നിരപ്പാണ് നമുക്ക്, നമ്മൾ നിരപ്പിന്റെ ആളുകളല്ലേ. അപ്പൊ ഐഡിയോളജിയുടെ പേരിൽ, ഫെയ്ത്തിന്റെ പേരിൽ പറ്റില്ല. ഈ മാനസിക രോഗം അതുമായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്തേ? അല്ല, ജീവന്റെ ഭീഷണി. അയാൾ ഉപദ്രവിക്കാലോ വിശ്വാസത്തിന്റെ പേരിലും. മദ്യപാനം, മയക്കുമരുന്നൊക്കെ ആണെങ്കിൽ ആ സഭയിൽ പോകാൻ തടയാത്തതുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കേസ് ഉണ്ടാവും. പിന്നെ കൾട്ടിലേക്ക് പോവുക. അയാള് പീഡനവും ഉപദ്രവവും ഒക്കെ എത്ര കാലം സഹിച്ച് നിൽക്കണം? ചിന്തിച്ചില്ലേ? ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മളീ കാണുന്ന. ഇവിടെയൊക്കെ ഉണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കാത്ത ആളുകളൊക്കെ സഹിച്ചു നിൽക്കണമെന്ന് ആരും പറയില്ലല്ലോ. സഹിച്ചു നിൽക്കണമെന്ന് ആരും പറയില്ലല്ലോ. പക്ഷെ ഒരു പ്രയാസങ്ങൾ കൂടി വരുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ പിരിഞ്ഞ് നിൽക്കാം. ഡിവോഴ്സിലെത്താത്ത കുറ്റോത്സവം പറഞ്ഞ പോലെ. പക്ഷെ നമ്മളത് അങ്ങനെ പറഞ്ഞാൽ അതൊരു അവസരമായി എടുക്കുമെന്ന് എനിക്കൊരു പേടി. പക്ഷെ എന്നെ ഇതിനെ പറയാണ്ട് എന്നെ ഇതിനല്ലേ പറയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ജോളി എന്താ അങ്ങനെ ഒരു സാധ്യത ഇപ്പം ചിന്തിക്കണ പോലെ അല്ല. ടെമ്പററി സെപ്പറേഷൻ. അപ്പം ആ പീരീഡിനുള്ളിൽ പ്രോബ്ലം പരിഹരിക്കപ്പെടാനുള്ള കൗൺസിലിങ്, ട്രീറ്റ്മെൻറ്റ് ആ രീതി ചെയ്യാനായിട്ടുള്ള പിരിഞ്ഞു നിൽക്കൽ അനുവദനീയമാണല്ലോ. അനുവദനീയമാണ്. ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ളതാണ്. അല്ല, ഈ സഹോദരിമാരൊക്കെ ഒത്തിരി സഹിക്കണം. കാരണം വെച്ചാൽ അത് അവർ സഹിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അല്ല, ഈ സഹനം മുഴുവൻ അവർക്കാണോ? ഇങ്ങനെയല്ല, അന്യോന്യം സഹിക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നിൽക്കുന്നത്. ഇമ്പോർട്ടൻസി, ലൈംഗിക ശേഷിക്കുറവ്, മക്കളുണ്ടാവില്ല, അങ്ങനെ വിശ്വാസികളായ രണ്ടുപേര്. അപ്പം അത് വേണേ വിവാഹം ഒഴിവാക്കാവുന്ന വല്ല കാരണമാണോ? വിവാഹം റദ്ദാക്കപ്പെടുന്ന കാരണമല്ലേ? ആണോ? അവിടെയാണ് അവരുടെ ചോദ്യം. ലൈംഗിക ബന്ധത്തോടെയാണ് കൾമിനേഷൻ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ കൾമിനേഷൻ നടന്നിട്ടില്ല. അപ്പോൾ വിവാഹം നടന്നിട്ടില്ല. ഒരു വിവാഹത്തിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ പൂർത്തീകരണം അതിൻ്റെ ഒന്നായി തീരുന്നതോടുകൂടിയാണ്. ശാരീരികമായിട്ട് അവർ ഒന്നായി തീരുന്നതോടുകൂടിയാണ്. അത് നടന്നിട്ടില്ല എങ്കിൽ വിവാഹം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം ഡൈവേഴ്സ് അല്ലത്, വിവാഹം നടന്നിട്ടില്ല. അതെ, കൺസ്യൂമേഷൻ. രീതിയിൽ തീരുമാനമാക്കണം. അതോടൊപ്പം കോടതിയിൽ നിന്നും നള്ളിഫൈ ചെയ്യണം മാരേജ്. അത് വേണം. അതല്ല വേണ്ടത്. അതൊരു കാരണം. ക്രിസ്ത്യൻ മാരേജിൽ അതൊരു കാരണമാണ്. അതെല്ലാം ലോകം അംഗീകരിച്ചതാണ്. അവിടെ ഡൈവേഴ്സ് അല്ല, വിവാഹം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല.
പരസംഗം കുട്ടികളില്ലാത്തതൊന്നും ബാധകമല്ല കേട്ടോ. കുട്ടികളില്ലാത്തതല്ല. അതല്ല ഞാൻ പറയുന്നത്, ലൈംഗിക ശേഷി ഒട്ടും ഇല്ലാത്ത ഒരു വരനോ വധുവോ. പരസംഗം, കല്യാണം കഴിച്ചു അവിശ്വസ്തമായിട്ട് വേറെ ആളുകളുടെ ആയിട്ടുള്ള അഫെയർ, ബന്ധം, അതിന് എന്താ പറഞ്ഞേ, അതിനെന്താ ഒരു വലിയ വാക്കുണ്ടല്ലോ, പരസ്ത്രീ ഗമനെന്നോ അങ്ങനത്തെയൊക്കെയുള്ള പറ. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ അതിലൊക്കെ പോയാൽ നമ്മൾ വലിയ വിഷയമാവും. അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. വിവാഹം റദ്ദാവുമോ, ഡിവോഴ്സ് പറ്റുമോ ചോദിച്ചതേ ഉള്ളൂ. അതിൻ്റെ ഡോക്ടറിനൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചോ? അവർക്ക് ക്ഷമിച്ച് കൂടുക എന്നുള്ളതായിരിക്കും ഇത്. പിന്നെ അവർക്ക് തുടർച്ചയായിട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും ക്ഷമിക്കാൻ മേലാത്ത തെറ്റില്ലെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? ക്ഷമിക്കാൻ മേലാത്ത തെറ്റില്ല, ഇല്ല, പരിഹരിക്കാൻ മേലാത്ത പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഡോണിക്കേട്ടാ എന്താ പറഞ്ഞേ? ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആണ് കർത്താവിൻ്റെ മുമ്പിൽ യഹൂദന്മാർ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ ആവർത്തനം 24 വേദഭാഗമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഷമ്മായി ഗ്രൂപ്പുകാർ, ഷമ്മായി റബി പഠിപ്പിച്ചത് പരസംഗം പോലെയുള്ള വിഷയങ്ങളിൽ വിവാഹമോചനമാകാം, മറ്റു വിഷയങ്ങളിൽ പാടില്ലെന്നാണല്ലോ. ഷമ്മായി വ്യൂ ആണ് അത് അല്ലേ? പക്ഷെ കർത്താവ് അവിടെ അല്ലല്ലോ, അങ്ങോട്ടല്ല പോയത്. കർത്താവ് ആവർത്തനം 24 പോകുന്നതിന് മുമ്പ് പോകാതെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോയി ദൈവം യോജിപ്പിച്ചു, മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് വിവാഹം കഴിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ പരസംഗ നിമിത്തം പോലും വിവാഹമോചനം പാടില്ല എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രമാണിച്ച് വല്ല ഉപദ്രവമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കാട്ടുമൃഗങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന പോലെ, പ്രതീക്ഷവും മാറി നിൽക്കുന്ന പോലെ നമ്മൾ വിവേകത്തോടെ തീരുമാനം എടുക്കുക. മറ്റൊരു കാരണവും ഡിവോഴ്സിന് കാരണമായിട്ട് വിശ്വാസികളുടെ മുമ്പിലില്ല, മനുഷ്യരുടെ മുമ്പിലില്ല എന്ന് നമുക്കല്ലേ അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം കൂടി, മാനസിക രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വില്യം കേറിയുടെ ഭാര്യയ്ക്ക് അത്തരം പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അത് സഹിക്കുകയാണ് ചെയ്തത്. ആ സ്ത്രീ മരിക്കുന്നത് വരെയും അവരെ സംരക്ഷിച്ചു, തൻ്റെ മിനിസ്ട്രിക്ക് ഭംഗം വരുത്തിയില്ല. അവരുടെ മരണത്തിന് ശേഷം അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു. പക്ഷേ മാനസിക രോഗിയായിട്ടും അദ്ദേഹം ഉപേക്ഷിച്ചില്ലല്ലോ. ഓഡിയൻസിന് പറഞ്ഞോ, വേഗം ചോദിച്ചോ. ഈ കൂടെ അങ്കിള് നേരത്തെ സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ മനുഷ്യൻ ഏകനാകുന്ന നന്നല്ല എന്നുള്ള വാക്യമുണ്ട്. അപ്പൊ സെപ്പറേഷൻ എങ്ങനെ പോസിബിൾ ആവുന്നത്? അതാ പറഞ്ഞവരോട് ചോദിച്ചേ. ആരാ പറഞ്ഞത്? എമ്മമാണോ പറഞ്ഞത്? ഞാനൊരു പുതിയ ടൈം പഠിക്കുകയോ ചെയ്തേ. പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിഞ്ഞിരിക്കാവുന്ന വാക്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങളിൽ സെപ്പറേഷൻ എങ്ങനെയൊക്കെ ചെയ്യാവുന്ന അതെ. വേറെ വീട്ടിൽ താമസിക്കുന്നതാണോ അതൊക്കെയാണോ നീ ഉദ്ദേശിച്ചത്? അത് ഒരു വീട്ടിൽ തന്നെ 2 റൂമാണോ? അല്ല, വേറെ. വിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല സാറേ, വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം ചില പ്രശ്നങ്ങൾ വരുമ്പോ എന്ന് പറഞ്ഞു. എങ്ങനെ പിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു, അതും ശരിയായിരിക്കണല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് പിരിഞ്ഞിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വിവാഹമോചനം, ഇപ്പോൾ ഇത് ലെസ് ഈവിൾ എന്ന് പറയാനേ പറ്റില്ലേ. അതായത് നമുക്ക് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരുമിച്ച് അവർ കഴിയുന്നത് അവരുടെ ജീവന് ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള ഒരിതായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ, മാറി നിൽക്കുക എന്നുള്ള കാര്യം. ആൽവിൻ ചോദിച്ചത് മാറി നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല മാറി നിൽക്കലിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. അത് വേണേൽ ആൽവിൻ പറഞ്ഞു കൊടുക്കുക. ആൽവിനല്ലേ, അവന് വല്ലതും പറയാൻ പറ്റുമോ? മാറി നിൽക്കേണ്ടവരില്ല ആർക്കാ. അത് നമ്മളത് അതിനെപ്പറ്റി ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ. നമ്മളെങ്ങനെ മാറാതെ നിൽക്കാമെന്നാണ് ചിന്തിക്കുക. അല്ല, അതല്ല, അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിണങ്ങി ഉടനെ മാറി നിൽക്കുന്ന അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ആധുനിക കാലത്ത് ചെറിയ പ്രശ്നത്തിന് മാറുന്നുണ്ട്. അല്ല, അപ്പം നമ്മളത് ഞങ്ങൾ ഈ പാനലിസ്റ്റുകളും ഞങ്ങളും അത് എൻകറേജ് ചെയ്യുന്നില്ല. അത് തെറ്റാണ്. മാറി നിൽക്കേണ്ടതൊക്കെ പിന്നെ അത് ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞോളൂ, നിങ്ങളൊന്ന് മാറി നിൽക്കുക നല്ലത് ചേച്ചി ചേട്ടാന്ന്, അന്നേരം മാറിയാൽ മതി. നമ്മളായിട്ട് ചിന്തിക്കേണ്ട. നമ്മുടെ ഇടയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഡിവോഴ്സ്, സഭയിൽ ചില ഡിവോഴ്സുകളൊക്കെ നടന്നിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ വിശ്വാസഗോളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങളാരെയും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ സാറിന് അങ്ങനെ ഒരു കേസ് വരാൻ തുടങ്ങിയത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ സഭകളിലെ വിവാഹമോചന പ്രവണത ഇങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് വേണം അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണല്ലോ നമ്മുടെ ഒരു
ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ മേത്തോടുന്ന കൺസേൺ അതാണല്ലോ. അങ്ങനെ ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാണെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരെ എങ്ങനെയാണ് അത് ഇടപെടേണ്ടത്? അത് നോക്കി നിൽക്കാം, എന്തായി തീരും, അതാണോ അത് എന്തെങ്കിലും ചെയ്യണോ? നമുക്ക് ഇങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കാനായിട്ട് ഇപ്പം നമ്മുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡിവോഴ്സും റീമാരേജും ചിന്തിക്കാൻ പോലുമുള്ള അവസരം, അതായത് അങ്ങനെയുള്ളത് ഒരു ഓപ്ഷൻസ് സഭയിൽ ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ അത് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതൊരു ഓപ്ഷനായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ല, അങ്ങനെ പരിഹാരമേ ഉള്ളൂ. അതുകൊണ്ട് വിവാഹത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം ഇത് വെറും പിന്നെന്താ ഒരു പിന്നീട് മാറ്റാവുന്ന ഒന്നായിട്ടല്ല, വളരെ ഗൗരവമായിട്ട് തന്നെ ഇതിനെ എടുക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു അപ്രോച്ച് നമ്മുടെ സഭകളിൽ ആവശ്യമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ വിവാഹമോചനത്തെ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ ഞാൻ പറയുന്നത് അവരോടുള്ള ബന്ധത്തിൽ വ്യത്യാസം വരുത്തണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിവാഹമോചനം നടത്തിയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ഇടയിൽ വളരെ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ വിധത്തിലും നടക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും നമുക്കതിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാലും ഒരു പാപം, ഒരു പ്രശ്നം, അതിനോടുള്ള ഒരു സഹിഷ്ണുത, മനസ്സലിവിൻ്റെ എന്തെങ്കിലും ഒരു പ്രായോഗിക നിർദ്ദേശം വേറെ പറയാനുണ്ടോ? ഒന്ന് സഹായിക്കാൻ കരുതിക്കൂട്ടി ആരെങ്കിലും ഇപ്പം ഈ ദുരന്തം അനുഭവിക്കുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ പരീശന്മാരുടെ തൊട്ട് അങ്ങ് പറഞ്ഞാൽ മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ റിവോക്ക് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ലല്ലോ. നടന്ന കേസിലൊക്കെ ആ ഒരു പ്രവണത അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നീങ്ങിയാലും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. നീങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാഹത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവമൊക്കെ ആ രീതിയിൽ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുകയും പിന്നെ ഈ കൗൺസിലിംഗ് ഒക്കെ സാധാരണ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ സാധാരണ കൗൺസിലിംഗ് ഒരു 6-7 മണിക്കൂറാണ്. അതൊക്കെ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങണം, പെട്ടെന്ന് ആലോചനകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ചിലപ്പം ഒരു സമയം കിട്ടാതെ വരും പല കാര്യങ്ങളും ചിന്തിക്കാൻ. ഇതൊക്കെ പലപ്പോഴും ഇതിലേക്ക് വരാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൗൺസിലിംഗ് ഒത്തിരി നീണ്ട കല്യാണം തന്നെ നടക്കേണ്ടി വരുമോ? ബൈബിൾ അനുസരിച്ച് ഡിവോഴ്സ് നടക്കുന്നില്ല. ഒരുത്തൻ ഭാര്യ ഉപേക്ഷിച്ചിട്ട് അവൻ ഡിവോഴ്സ് നടന്നെന്ന് അവൻ വിചാരിക്കുന്നത് വെറും തോന്നലാണ്. അവൻ്റെ ഭാര്യ ദൈവസന്നിധിയിൽ അവൾ അവൻ്റെ ഭാര്യയാണ്. ഡിവോഴ്സ് നടന്നിട്ടില്ലെന്ന് അവൻ അറിയണം. ലീഗലി ഡിവോഴ്സുകാരന് തിരിച്ചു അവർക്ക് വരാവോ? ആർക്ക്? കോടതി ഡിവോഴ്സ് കൊടുത്താൽ അവർക്ക് പിന്നെ ഒരുമിച്ച് ജീവിക്കാവോ? അല്ല, അത് അല്ല പറ്റുമോ? എനിക്ക് അത് ലീഗല് ഞാൻ പറഞ്ഞത് ബൈബിൾ അനുസരിച്ച് ഡിവോഴ്സ് നടന്നിട്ടില്ല. അത് അവനും അവളും അറിയണം. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. പക്ഷേ ഈ സംഘർഷത്തിലേക്ക് ഒത്തിരി സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടല്ലോന്നേ. പല സഹനം നമ്മൾ വിചാരിക്കാത്ത ഈ മെൻ്റൽ സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. അതിൽ നമ്മൾ ചർച്ച എന്ന നിലയിൽ, ഉത്തരവാദിത്വമുള്ളവരെന്ന നിലയിൽ സഹായിക്കാവുന്ന നടപടിക്രമങ്ങൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കണ്ടേ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. അതിനുത്തരം കണ്ടെത്തണം. നിങ്ങൾ കല്യാണ പണ്ഡിതന്മാർ ആലോചിച്ച് അതിനുത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇരുമേട്ട ദാമയിക്കുന്നു. 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇടയിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കല്യാണാലോചനയുടെ ആദ്യ സ്റ്റേജിൽ തന്നെ മൂപ്പന്മാരോ മുതിർന്ന സഹോദരന്മാരോ ഇൻവോൾവ് ആകുന്നില്ല. ആളും ഒക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് സഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവർ ചേരുന്നതാണോ ചേരാത്തതാണോ എന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കുന്നില്ല. സാമൂഹ്യമായിട്ടുള്ള സമ്മർദ്ദം മൂലം കോർ ഇഷ്യൂസ് അല്ല കല്യാണത്തിൻ്റെ പരിഗണന വിഷയമായി തീരുന്നത്. എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന ചോദ്യം തന്നെ തർക്ക വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കല്യാണം കഴിപ്പിച്ചാൽ അവരെന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. കല്യാണം കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. പെരുമാറ്റം പറയുന്നത് എന്താണ്? ഒരു കൗൺസിലിങ്ങിന് അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ അല്ല, കൗൺസിലിങ്ങിന് മുമ്പ് തന്നെ സഭയെ ഒന്നിച്ച് ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ട്. കല്യാണം തമാശക്കളിയല്ല, അത് ഗൗരവമായിട്ട് എടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കവും പരിശീലനവും ആളുകൾക്ക് ഇല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി കല്യാണം കഴിച്ചാൽ നന്നാവില്ല. പിന്നെ നമ്മളിത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അപ്പന്മാരെയും അമ്മമാരെയും കുറ്റപ്പെടുത്തി നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഭൗതിക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെയൊക്കെ സ്വാധീനം ഈ മേഖലകളിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിൻ്റെ ഇൻവോൾവ് ആയിരിക്കുന്ന ഇഷ്യൂസ് ആളുകൾ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ
ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം മൈഗ്രേഷൻ വന്നപ്പോൾ തന്നെയുള്ള ഒരു വിഷയമാണല്ലോ. ചെറുക്കൻ അമേരിക്കയിലിരിക്കുന്നു, പെണ്ണ് ഇന്ത്യയിലിരിക്കുന്നു, അല്ലെങ്കിൽ ആസ്ട്രേലിയയിലിരിക്കുന്നു, കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഓൺലൈനായിട്ട് വരെ കല്യാണം കഴിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ കല്യാണത്തെ എന്തിനു വേണ്ടിയാന്നുള്ള കാര്യം ഒരുമിച്ച് ഞാൻ ഈ ബൈബിളിൽ 4 തവണ ആവർത്തിച്ചിട്ടുള്ള വാക്യമാണ് കല്യാണത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഒരു ഏകദേഹമായി തീരും. ഏകദേഹമായി തീർന്നതിന് അപ്പുറത്ത് ഇരുന്നിട്ട് എന്ത് കല്യാണം? അപ്പം ഇപ്പം നടക്കുന്നത് കല്യാണമല്ല. കല്യാണം അല്ലാത്തടത്തോളം കാലം അതിന് പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അല്ല, നമ്മൾ ഈ ഡിവോഴ്സ് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് പറയുമ്പോൾ രാവിലെ പറഞ്ഞ വിഷയങ്ങളും ഒക്കെ അതിൽ വരും. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അല്ലേ, വൺസ് മാരീഡ് എവർ മാരീഡ് എന്നുള്ള ഒരു തത്വം വെച്ചിട്ട് നമ്മൾ വിവാഹത്തെ, സഭകൾ വിവാഹത്തിലേക്ക് ആളുകളെ നടത്തുക, വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ ഒരു മുൻവിധിയിൽ അല്ലെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം വയ്ക്കുക. ഒരു ഓപ്ഷനും വേറെ ഇല്ല എന്ന നിലയിലേക്ക് വരിക. കല്യാണത്തിലെ കല്ലുകടിയും പൊട്ടിത്തെറിയും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ഡിസ്കസ്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. കഠിനമാണ്, അല്ലെ, കിരുമ്പേട്ടൻ്റെ വാക്കിനെതിരായിട്ട് കഠിനമാണ് കല്യാണം എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ നമ്മൾ ഇന്നിപ്പോൾ ടോമിച്ച് സോരൻ 2 ട്രോള് പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് കല്യാണത്തെ നമ്മൾ പൊതുവെ നമ്മൾ എതിർക്കേണ്ടതാണ് എന്ന് എന്നോട് വളരെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ ബിഷപ്പ് പിതാവ് ക്രിസ്തോസും പറഞ്ഞതുപോലെയുള്ള തമാശകളുണ്ടല്ലോ, അങ്ങനെ പോലും നമ്മൾ പറയരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയാണ്ട് എന്ത് ജീവിതമാണെന്നുള്ള വേറൊരു വിഷയം. അപ്പം ഇത് ട്രോള് പോലെയൊന്നും അല്ല കല്യാണം. അല്ല പോട്ടെ, അത് വഴക്കുകൂടാത്ത ഒരു ജീവിതമാണെന്ന് സാക്ഷ്യം പറയാൻ നമുക്ക് കഴിയും. തിരുമല തങ്കച്ചനും ബിന്ദുവുണ്ട് അല്ലേ, വഴക്ക് കൂടാതെ 10-30 കൊല്ലം കല്യാണം കഴിച്ചിട്ട് വഴക്ക് കൂടാതെ നിന്ന ഒരു കപ്പിൾ ഇവിടെയുണ്ട്. അവരെ നമ്മളൊന്ന് അവരുടെ ആ വഴക്ക് കൂടാതെ നിന്നതിൻ്റെ തന്ത്രം അല്ലെ മന്ത്രം രഹസ്യം എന്ന് പറയുകയാണെങ്കിൽ 2 ഭാഗം മൈക്കൊന്നും എടുത്തേ. 10-30 കൊല്ലം വഴക്ക് കൂടാതെ പിടിച്ചു നിന്നതിൻ്റെ ഗൂഢരഹസ്യം, ആ മന്ത്രം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള വഴക്ക് കൂടിയിട്ടില്ല, ഞാൻ വെറുതെ പൊക്കി പറഞ്ഞൊന്നല്ല. അത് പുള്ളി ഇന്ന് ചോദിച്ചപ്പോഴും പുള്ളി അത് അല്ലാന്ന് നിശ്ചയിച്ചിട്ടില്ല. അതൊരു ഭയങ്കരമാണല്ലോ. പറ. എനിക്ക് തോന്നുന്നത് ഈ നിലയിലുള്ള അനേക കുടുംബങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഈ ചോദ്യം എൻ്റെ നേരെ വന്നതുകൊണ്ട് ഞാനതിന് ചില മറുപടികൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. കുടുംബജീവിതത്തിൽ ഈ കുടുംബജീവിതത്തിലെ കല്ലുകടി, ഈ ജീവിതമാകുന്ന ഞങ്ങളുടെ ഈ കുടുംബജീവിതമാകുന്ന ഈ ചോറിൽ കല്ലില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ കല്ലുകടിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ആ ചോറ് വളരെ ശ്രദ്ധയോടെ ഉണ്ണുന്നു എന്നതുകൊണ്ട് അതിലെ കല്ലിനെ എടുത്തു മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നിങ്ങൾ വഴക്ക് കൂടിയിട്ടില്ല ഇതുവരെ? ഞങ്ങൾ വഴക്ക് കൂടിയിട്ടില്ല. മനുഷ്യരാണോ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ ഈ വഴക്ക് കൂടാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. വഴക്കിന് കാരണങ്ങളില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ വഴക്ക് കൂടാത്തത്. വഴക്കിൻ്റെ കാരണങ്ങളുടെ ആദ്യത്തെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ സംസാരം അവിടെ നിർത്തും. പിന്നെ ഞങ്ങൾ അതിൻ്റെ എല്ലാ ഹാങ് ഓവറും അതിൻ്റെ എല്ലാ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം, പ്രത്യേകിച്ച് അവളാണ് ഒന്നും കൂടി മുൻപിലെന്ന് തോന്നുന്നു. ഏതായാലും വഴക്കിൻ്റെ എന്തെങ്കിലും ആ മുഖം കാണുമ്പോൾ അറിയാം സംഗതി ശരിയായിട്ടില്ല എന്ന്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ അപ്പൊ തന്നെ ബിന്ദു നിർത്തും. അത് ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ആരംഭകാലം മുതൽ. ഞങ്ങളുടെ അമ്മയൊക്കെ വെറുതെ ചൊറിഞ്ഞ് അടി മേടിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മയൊന്നും ഉണ്ടായിരുന്നാൽ മതി എന്നാ ഞങ്ങൾ പറഞ്ഞു. അപ്പനോട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, വെറുതെ. അത് ആരംഭകാലം മുതലേ പ്രാക്ടീസ് ചെയ്തിട്ട് വളരെ പ്രയോജനമായി കണ്ട ഒരു കാര്യമാണത്. ഇത് ശീതയുദ്ധാന്ന്. ഓഹോ, അല്ല ഇത് ചില മണിക്കൂർ കൊണ്ട് നമ്മൾ അതിന്റെ ആ ഒരു വൈകാരിക സംഘർഷം മാറിക്കഴിയുമ്പോൾ വളരെ സൗമ്യതയോടെ ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവര് ചർച്ചാവേദി നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പഠിച്ച ആരെങ്കിലും ഒന്ന് കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ക്യാമ്പിനൊരു സാക്ഷി. അപ്പൊ അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമതായിട്ട് ഈ പരസ്പരം കുറ്റം പറയാനും പഴി ചാരാനും ശ്രമിക്കാതെ ആ വിഷയം, അതായത് നമ്മൾ ഒരിക്കലും നടന്നു പോകുമ്പോൾ തെന്നി വീഴുവാണെങ്കിൽ തെന്നി വീണതിന്റെ കാര്യം പറയുകയല്ലേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലേ എന്നതുപോലെ അങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ ഇടയിൽ വന്നതിൽ നമ്മളുടെ ഏത് ധാരണകളാണ്, വാക്കുകളാണ് അതിന് കാരണമായത് എന്നുള്ളത് ചിന്തിച്ച് അത് പരിഹരിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും നടത്തുന്നത്. അപ്പൊ അതില് ബിന്ദുസോര് പറഞ്ഞു, ഒരാൾക്ക് അനിഷ്ടം തോന്നിയാൽ ഉടനെ പ്രകോപിപ്പിക്കാതിരിക്കുക. അതുപോലെ എന്തേലും പൊടിക്കൈ 1-2 വേഗം പറയാമോ?
മാറിപ്പോവുക അങ്ങനെയൊന്നും പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിരിഞ്ഞിരിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. വീട്ടിൽ പോവുക, അപ്പന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ടോമിച്ചവരെ ഈ പറയാനുള്ളതല്ല ഈ പ്രമാണങ്ങളൊന്നും, അനുസരിക്കാൻ പറ്റുന്നതുമാണ് എന്ന് നിങ്ങളുടെ സഭയിൽ നിങ്ങൾ സാക്ഷ്യം പറയുകയാണ് ചെയ്തത്. ഞാൻ ചോദിക്കാം, കൂട്ടിച്ചേർക്കാണ്ടേ ഞാൻ ചോദിക്കാം. ഇപ്പം ഈ എല്ലാവരും തിരുമലക്കാരല്ലല്ലോ, ലേശം വഴക്കും കൊതിവത്തും അല്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പഞ്ചികക്കാരുമാണെങ്കിൽ പറയുകയും വേണ്ട, അടിപിടി എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഈ ഷൈനിയോടും ജോസിനോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ വഴക്കുകളുണ്ടെന്ന് എനിക്കറിയാമല്ലോ, അവർക്കും അറിയാം. വഴക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ അടിപിടിയൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ സഭയിലൊക്കെ ഒരു മാതൃകാ ദമ്പതികൾ അവർ. എന്നാലും വഴക്കുകളുണ്ടെങ്കിൽ എങ്ങനെയാണ് വലിയ വഴക്ക് കൂടുന്നവരോട് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ പുതിയ വഴക്കുണ്ടാവില്ലേ? അതുകൊണ്ടാണ് പറയാൻ കൊള്ളാവുന്ന രണ്ടുപേരെ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് നിങ്ങൾ വഴക്കുകൾ പരിഹരിക്കുന്നത്? ഷൈനി എന്ന് പറഞ്ഞേ, അത് തന്നെയാണോ ജോസ്മിന് പറയാനുള്ളത്? നോക്കാം. വഴക്കുണ്ടാവോ? വലിയ പരിക്കുകളില്ലാണ്ട് പോകുന്നുണ്ട്. എന്നതാ? വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. വലിയ പരിക്കൊന്നും ഇല്ലാണ്ട് പോകുന്നേ ഉള്ളൂ. എന്നാലും സോറി ഞാൻ ആദ്യം പറഞ്ഞ് അത് പരിഹരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ സോറി പറഞ്ഞ് പരിഹരിക്കും. നീ സോറി പറയോ? അതൊരു കാര്യമാണ്. ഇവർക്ക് പ്രശ്നമില്ല, പിന്നെ അവർക്ക് പ്രശ്നമില്ലാതെ ജീവിക്കാം എന്നാണ് അവർ സാക്ഷ്യം പറഞ്ഞ്. ഒരു പ്രശ്നം ഉണ്ടായാൽ സോറി പറയും എന്ന് വെച്ചാൽ വെറുതെ അവൻ ചെയ്ത തെറ്റിന് നീ സോറി പറയാന്നാണോ? ഇല്ല, കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കാം, മിണ്ടാതിരിക്കും, സോറി പറയും. പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുവാണെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് കേൾക്കും, മിണ്ടാതെ ഇരുന്ന് കേൾക്കും. അങ്ങനെയൊക്കെ രക്ഷപ്പെടാം. ജോസിന് വേറെന്തെങ്കിലും നിങ്ങളുടെ രക്ഷപ്പെടൽ തന്ത്രമല്ല, നല്ല പോളിസിയാണത്. ഞാനിനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വഴക്കുണ്ടാവും എന്നുള്ള പേടിയിലാണ് ഞാൻ. അതുകൊണ്ട് ഷൈനി പറഞ്ഞല്ല ശരി തന്നെയാണ്. അതാണ് അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. നല്ല ഉപദേശിമാരൊക്കെ അങ്ങനെയാ പറയാറുള്ളത്. അതും ശരി. ഞാൻ ശരിക്കും ഫാമിലി നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ല, മറ്റുള്ള ഇതിലൊക്കെ വഴക്കുണ്ടാകുമ്പോൾ, വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മളത് നീണ്ടു പോകുന്തോറും കാലങ്ങൾ വർദ്ധിക്കുന്തോറും വഴക്കിന്റെ വീര്യം ഒന്നുകൂടെ കൂടുമെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് early as possible എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. പിന്നെ തങ്കൻ സഹോദരനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരിക്കലും വഴക്ക് കൂടാത്ത ആളുകളാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നും വഴക്കൂടുന്ന ആളുകളൊന്നും അല്ല, വല്ലപ്പോഴും. ഓക്കെ, ശരി, താങ്ക് യു. അല്ലേ, സഭ അതൊന്നൊക്കെ ഗൗരവമായിട്ടൊക്കെ ഒന്നും എടുക്കൂല, പേടിക്കണ്ട. അപ്പം ഞാൻ ചർച്ച നമുക്ക് നന്നായി ജീവിക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ പ്രശ്നം പരിഹരിക്കാതെ പ്രശ്നം ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും, പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള ഇതിനേക്കാൾ ഇനിയിപ്പോൾ ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. ഞങ്ങൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. വിവാഹബന്ധം, രക്തബന്ധം, ഈ രണ്ട് ബന്ധങ്ങളെ നമുക്കറിയാമല്ലോ. വിവാഹബന്ധം, രക്തബന്ധം, ഏതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, ദൃഢമായത്, സ്ഥിരമായത്? ഇപ്പം രക്തബന്ധം മാറ്റാൻ പറ്റുമല്ലോ. അപ്പനും മക്കളും, അമ്മയും മക്കളും, ചേട്ടൻ അനിയൻ, ചിറ്റപ്പൻ, കസിൻ, ഇതൊന്നും മാറ്റാൻ പറ്റുന്ന ബന്ധങ്ങളല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്യും. അത് നമ്മൾ മാറ്റുന്നൊന്നുമില്ല, നമുക്കറിയാം. അത് നമ്മുടെ രേഖകളിൽ റെക്കോർഡിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അതിനേക്കാൾ കൂടുതലാണോ നമുക്ക് ആ ദൃഢത ഉണ്ടാവേണ്ടത്, കുറവാണോ? ഒരു രസമുള്ള ചോദ്യമാണെന്ന് ചോദിച്ചാൽ രസം, പക്ഷെ രസമല്ല. വിവാഹത്തിൻ്റെ ആ ഗൗരവത്തെ ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. വിവാഹബന്ധമാണ് കൂടുതൽ ദൃഢമായിട്ട്, വിവാഹബന്ധമാണ് രക്തബന്ധത്തെക്കാൾ ദൃഢമായത്, പ്രാധാന്യമുള്ളതെന്നാണ് ഡൊമിനിക് സോരം പറയുന്നത്. പറഞ്ഞോ, എതിർപ്പുണ്ടോ? പറഞ്ഞോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് തന്നെയാണ് അഭിപ്രായമെങ്കിൽ. രക്തബന്ധം നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലോ. അതൊരു ചോയ്സ് അല്ല അല്ലേ? ഇവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമുക്ക് ആലോചിച്ച്, പ്രാർത്ഥിച്ച്, കാര്യങ്ങൾ മനസ്സിലാക്കി, വിലയിരുത്തി, ഒരാളെ പരിചയപ്പെട്ട് വേണോ വേണ്ടിയോ എന്ന് ചിന്തിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പം നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണ്ടാന്ന് വെച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് വേണ്ടാന്ന് വെക്കാം, ഓപ്ഷനുണ്ടല്ലോ. ജോലിസോര വേറെന്തേലും നാം വായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പം അത് വലിയൊരു ബന്ധമാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഭാര്യ ഭർത്തൃബന്ധമാണ് ഏറ്റവും ദൃഢമായിട്ടുള്ള ബന്ധം. രക്തബന്ധങ്ങളെ പോലും അപ്രസക്തമല്ല, എന്താണ് പറഞ്ഞത്, ഉല്ലംഘിക്കുന്ന ഒരു ബന്ധമാണിത്. ഇത് ദൈവം പ്രത്യേകം കൊടുത്താണ്. ലോകത്തിൽ ആദ്യത്തെ ബന്ധമാണ്. അപ്പനും അമ്മയും മക്കളൊക്കെ പിന്നെ ഉണ്ടായ കസിനും ചേട്ടനും. ദൈവം ആദ്യം വിഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ആ ഗൗരവത്തിലേക്ക് വരാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞു മാരേജ് ഈസ് പെർമനൻറ്റ്. അതാണ് ഏറ്റവും സുദൃഢവും പ്രാധാന്യമുള്ള. അവിടുന്ന് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, സജീവമായി സംബന്ധിച്ച എല്ലാവർക്കും ഒത്തിരി സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്. ഈച്ച് മാരേജ് ഈസ് യുണീക്ക്. ഓരോരുത്തരുടെയും വിവാഹം വ്യത്യസ്തമാണ്. എല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് അവൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം, അവൻ്റെ സുഖം എൻ്റെ സുഖം ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഓരോ കപ്പിളും അവർ യുണീക്കായിട്ടുള്ള കപ്പിളാണ്. നമ്മുടെ അനുഭവങ്ങളും പ്രതിസന്ധികളും വ്യത്യസ്തമാണ്. അത് നമുക്കെല്ലാവർക്കും അത് അതിജീവിക്കാനുള്ള ദൈവകൃപ ദൈവം തരുന്നുണ്ട് നമുക്ക് ഓർക്കാം. ഇന്നത്തെ കാലത്ത് പണ്ടത്രയും പ്രതിസന്ധികളാണല്ലോ ഇന്ന് വിവാഹത്തിൽ. ഇന്ന് എങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റും? സായിപ്പ് ചോദിക്കുന്ന പോലെ 25ാം വാർഷികമോ 50ാം വാർഷികമോ 75ാം വാർഷികം എന്ന് പറഞ്ഞാൽ സായിപ്പ് ബോധം കിട്ടുവീഴും, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞാലേ. പക്ഷേ ഇന്നത്തെ വിവാഹമാണ് വിവാഹം, ഇന്നത്തെ കല്യാണമാണ് കല്യാണം, ഇന്നത്തെ നിലനിൽപ്പാണ് നിലനിൽപ്പ്. മനോഹരം സാക്ഷ്യം. ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ള സാക്ഷ്യം ഡിവോഴ്സ് ഇല്ലാത്ത കുടുംബ ബന്ധങ്ങളാണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത്. മനോഹരമായിട്ടുള്ള കുടുംബജീവിതം എന്ന സാക്ഷ്യം. കുടുംബജീവിതവുമായി നമുക്ക് ഏകാഗ്രതയുടെ ഒരു ഏകാന്ത ദ്വീപിലേക്ക് പോകാം. ആദവും അവയും മാത്രമുള്ളതുപോലെ, അല്ലെങ്കിൽ വേറെ മനുഷ്യരാരും അതിൻ്റെ ഇടയിൽ പ്രലോഭനങ്ങളും അലോസരങ്ങളും ഇല്ലാത്ത ആ വിവാഹ ജീവിതത്തിൻ്റെ ഏകാന്ത ദ്വീപിൽ നമ്മുടെ സുഖദുഃഖങ്ങളും നമ്മുടെ ആസ്വാദ്യതയും ആവശ്യങ്ങളും ഒക്കെ അനുഭവിച്ചും അഭിമുഖീകരിച്ചും ദൈവം ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കാനായിട്ട് നമ്മളെല്ലാവരെയും, കുടുംബസ്ഥരായ നമ്മളെല്ലാവരെയും വിവാഹത്തിലേക്ക് നിങ്ങൾ ഇനി വിരക്തിയും വിരസതയൊന്നുമല്ല, ആവേശത്തോടെ പ്രവേശിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനവുമായി ഈ സമയം തീരട്ടെ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് കേട്ട കാര്യങ്ങളെ നമുക്കറിയാം. വിവാഹമോചനത്തിൻ്റെ പരിഹാര മാർഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം തന്നെ നാം കണ്ടു.